പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്നും രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവേ, എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് 2004 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അത് ഏറ്റെടുത്തപ്പോൾ ദൈവമഹത്വപ്പെട്ടതിൻ്റെ തുടർ ദൈവാനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ. എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക. നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും, ഉടമ്പടി ആണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട്. എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാൾ എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. infuse your spirit of power and grace. Thank you, Jesus. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന്
ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചന ഉരുക്കം, അങ്ങനെ ഒരു പ്രതിഭാസം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിലും നമുക്ക് അത് അസ്വാഭാവികമായിട്ട് സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പം ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചന ഉരുക്കം എന്താണെന്ന് അറിയണം. ഇപ്പം ഐസ് ഉരുക്കുക എന്ന് വെച്ചാൽ ഐസ് മെൽറ്റിങ്. അതുപോലെ തന്നെ വേർഡ് ഓഫ് ഗോഡ്, ഡിവൈൻ വേർഡ് തന്നെ മെൽറ്റ് ചെയ്ത് വരും. ഐസ് മെൽറ്റാകുമ്പോൾ എന്ത് സംഭവിക്കും? അത് മഞ്ഞുരുകി തണുത്ത വെള്ളമായി പടരുകയല്ലേ. അതൊക്കെ ഐസ് പൊട്ടിച്ച് തിന്നാൻ ഭയങ്കര, നമ്മുടെ പല്ലുവരെ പുളിക്കുകയോ മരവിക്കുകയോ ചെയ്യും. പക്ഷേ ഐസ് വെള്ളമായി കഴിയുമ്പോൾ ആൾക്കാർ കുടിക്കുന്നുണ്ട്. അതെച്ചാൽ ഒരു ഈറ്റബിൾ, അസിമിലിയേറ്റബിൾ, അതങ്ങനെ അസിമിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയായിട്ട് ഒരു വചനം മാറും. അതെന്താണ് ഐസ് വചന ഉരുക്കം, അല്ലെങ്കിൽ വചന ഉരുക്കം എങ്ങനെ സംഭവിക്കുന്നു, ആധ്യാത്മിക ജീവിതത്തിൽ അതെങ്ങനെ പ്രാപ്തമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നത്. നമുക്കറിയാം ഐസ് ഉരുകണ എങ്ങനെയാണ്? ചൂട് തട്ടുമ്പോഴാണ് ഉരുകണ അല്ലേ? അതുപോലെ തന്നെ മുട്ട വിരിയണത് അതും ചൂട് തട്ടുമ്പോഴാണ്. അപ്പൊ ചൂട് ഒരു പ്രശ്നമാണ്. ചൂട് അതുപോലെ തന്നെ വചനത്തിന് ചൂട് തട്ടുമ്പോൾ അതിങ്ങനെ മെൽറ്റാവും. വചനത്തിന് എന്തിൻ്റെ ചൂടാണ് തട്ടണത്? ദൈവസ്നേഹത്തിൻ്റെ ചൂട് തട്ടണം. അതാ കർത്താവ് പറയണത്, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന്. യോഹന്നാൻ 14:23. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ക്രിസ്തുവിന്റെ വെളിപാടുകള്, ക്രിസ്തുവിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെളിപാടുകൾ എന്ന് വെച്ചാൽ ക്രിസ്തു അനുഭവങ്ങൾ തന്നെയാണ്. ക്രിസ്തു അനുഭവത്തിൻ്റെ വ്യത്യസ്തമായ ആസ്വാദന മേഖലകൾ. ഇപ്പം ക്രിസ്തു അൾട്ടിമേറ്റ് രൂപം നമുക്ക് ഭൂമിയിൽ ലഭ്യമാകുന്നത് ദിവ്യകാരുണ്യത്തിലാണെങ്കിലും ദിവ്യകാരുണ്യ അനുഭവം തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു 10% to 20% എക്സ്പീരിയൻസ് ആണ് സാധാരണ ആൾക്കാർ ഉള്ളത്. അതും സാങ്കേതികമായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹമില്ലായ്മ കൊണ്ടും. കാര്യം ദിവ്യകാരുണ്യം പോലും നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ വ്യത്യസ്തത നമുക്ക്
ഒരു കമ്മ്യൂണിക്കബിൾ ആകണമെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ. വിശുദ്ധിയും ദൈവസ്നേഹവും ഒരുമിച്ച് പോകേണ്ടതാണെങ്കിലും അതിന് രണ്ടും രണ്ടായി പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം വിശുദ്ധിയുള്ള എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവസ്നേഹമുണ്ട്. പക്ഷേ ദൈവസ്നേഹത്തിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ മനുഷ്യസ്നേഹം. ഗതികേട് കൊണ്ട് പല ആധ്യാത്മിക വരട്ടുവാദികളുടെയും ഒരു അവസ്ഥ, ദൈവസ്നേഹം കൂടി കഴിയുമ്പോൾ മനുഷ്യസ്നേഹം കുറഞ്ഞ് 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 വരും. അപ്പോഴേ ഈശോ അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ കൽപ്പന പാലിക്കുന്ന പറയുമ്പോൾ കൽപ്പനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അയൽക്കാരനുണ്ടല്ലോ. ആരാണ് എൻ്റെ അയൽക്കാരനെന്ന് ചോദിക്കുന്ന ഇടത്ത് നമ്മുടെ സഹായം ആവശ്യമുള്ള എല്ലാവരും അയൽക്കാരായി തീരുന്ന ഒരു ക്രിസ്തു ദർശനമുണ്ട്. അപ്പോൾ ഈ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ ജാതി മത വർണ്ണ വർഗ അപ്പുറത്ത് മനുഷ്യൻ്റെ അവസ്ഥകളെ ഉൾക്കൊള്ളുകയും അവൻ്റെ താനെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തവനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഞാൻ നിഷ്പക്ഷമായിട്ട് പറയാം, ഈ ആധ്യാത്മികർ എന്ന് പറയുന്ന പല ആൾക്കാരും അവരുടെ എന്തോ സ്വകാര്യ സ്വർഗം സൃഷ്ടിക്കാൻ വേണ്ടി ദൈവത്തിന് എൻ്റെ കൂടെ കൂടി പ്രാർത്ഥനയുടെ കുറേ മാർഗങ്ങൾ ഉന്നയിച്ച് ജീവിതം മുഴുവനും പ്രാർത്ഥനയാക്കി മാറ്റിയിട്ട് ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ട് ഹൃദയമില്ലാതെ ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ വ്യവഹരിക്കാനും വിസ്തരിക്കാറുമുണ്ട്, നീ അങ്ങനെയാണോ എന്ന്. കാര്യം അത് ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, വചന ഒരുക്കത്തിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ മനുഷ്യരോട് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ഒരു ഒരുക്കവും ഒക്കെ ഉണ്ടെങ്കിലേ അവനെ ചേർത്ത് നിൽക്കണം. അവൻ്റെ ദുഃഖം കേൾക്കുമ്പോൾ നമുക്കും ഒരു ദുഃഖമായിട്ട് തോന്നണം. അത് തോന്നിയിട്ട് കേവലമായിട്ട് നമുക്ക് മരവിപ്പായിട്ട് ഒരു സിമ്പതി കാണിക്കുക, അതല്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒരു പരിമിതി ഉള്ളത് ഞാൻ പലപ്പോഴും എനിക്കതും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വെറുതെ ആൾക്കാരുടെ പ്രയാസം കേൾക്കത്തില്ല. എന്താ കാര്യം? കേൾക്കുമ്പോൾ അവർക്ക് സുഖമുണ്ടാകാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ല. ഒരു പ്രസൻസും സ്കിൽഫുൾ പ്രസൻസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് പ്രസൻ്റ് ആകാം. ഇപ്പോൾ ഒരാൾ മുറിവേറ്റിരിക്കുന്നു, അവിടെ ഞാൻ പോയി പ്രസൻ്റ് ആകുമ്പോൾ അയ്യോ സോറി, അത് ശരിയാവും, നമുക്ക് നോക്കാമെന്നൊക്കെ പറയാമെന്നല്ലാതെ അതൊരു കേവല പ്രസൻസാണ്. പക്ഷെ ഒരു ഡോക്ടറിൻ്റെ പ്രസൻ്റ് ആണെങ്കിൽ അത് സ്കിൽഫുൾ പ്രസൻസാണ്. അതുപോലെ ഒരു വിഷയങ്ങളിൽ അർത്ഥവത്തും ഉത്തരവാദിത്തപൂർണമായ ഒരു സാന്നിധ്യം, അങ്ങനെ കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവിടെ ക്രിസ്തു ഉണ്ടാകുന്ന നിർബന്ധമില്ല. അത് കേവലമായ അവരുടെ ഒരു അഭിരുചികളെ കൊണ്ടാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ ഉത്തരവാദിത്തമായ സ്നേഹം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവസ്നേഹമായിട്ട് മാറുകയും വചന ഒരുക്കം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിലേക്ക് ഈ വചന ഒരുക്കം കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊരു വചനം വന്നത് ഞാൻ വല്ലാണ്ടാക്കിയ ഒരു വചനമാണ്. അതായത് നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നൽകുകയില്ല എന്ന്. അത് ഒരു വല്ലാത്ത വചനമാണ്. അതായത് നമുക്ക് ദൈവത്തിന് നമുക്ക് തരാനുള്ള ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അതുപോലും ഒരു പഞ്ഞവും പിടിക്കാതെ അവൻ സമർത്ഥമായി സ്വതന്ത്രമായി സന്തോഷത്തോടെ പൂർണ്ണമായി യേശുക്രിസ്തുവിന് നമുക്ക് വേണ്ടി പൂർണ്ണമായി ഷെയർ ചെയ്തതാണ്, കരുതി വെക്കാതെ ഷെയർ ചെയ്ത ആളാണ്. നമ്മൾ എന്ത് ദൈവസ്നേഹം പറഞ്ഞാലും പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാതെ ആർക്കും ഒരു ആധ്യാത്മികതയുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒന്നും കരുതി വെക്കാതെ, ക്രിസ്തുവിനെ പോലും കരുതി വെക്കാതെ നമുക്ക് വേണ്ടി കരുതൽ ചെയ്തവനാണ്. ഇവരെക്കുറിച്ചുള്ള സ്നേഹം കൂടി വരുമ്പോൾ
അവൻ്റെ വചനങ്ങൾ ഉരുകാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകിയില്ലെന്ന്. ഇപ്പം നമ്മൾ സമസ്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ഇന്നത്തെ ഒരു സന്ദേശം. നമ്മൾ സമസ്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ക്രിസ്തുവിനാണ് പ്രാധാന്യം കൊടുത്തെങ്കിൽ സമസ്തം നമുക്ക് ഒരു വിലയും മുടക്കാതെ കിട്ടേണ്ടതാണ്. ഒരു വിലയും നമുക്ക് മുടക്കാതെ നമുക്ക് ലഭിക്കേണ്ടതാണ്. അപ്പം നമ്മളുടെ ഒരു പ്രയോറിറ്റി, ഒരു മോട്ടിവേഷൻ, നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷയത്തിൽ എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് വചന ഒരുക്കത്തിലൂടെ എനിക്ക് ലഭിച്ചത്. യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും, അത് എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാം. എൻ്റെ പേര് മീനു. ഞാൻ എടത്വായിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2019 ഒക്ടോബറിൽ 6 ഉടമ്പടികൾ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഉടമ്പടി എടുത്തിരുന്നു. അതിലെൻ്റെ ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത്, ഞാൻ ഫിസിയോതെറാപ്പിയാണ് പഠിക്കുന്നത്. ഞാൻ ഡിഗ്രിയിൽ ഒരു പേപ്പർ എത്ര പ്രാവശ്യം എഴുതിയാലും എനിക്കത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു 3 to 4 പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. എനിക്കത് കിട്ടിയില്ല. ഭയങ്കര വിഷമമായിട്ട് അവസാനം ആ കോഴ്സ് ക്വിറ്റ് ചെയ്യണമെന്ന് വരെ ഞാൻ വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്നൊരു സമയമുണ്ടായി. അപ്പോൾ മമ്മി പറഞ്ഞു, ഇതുപോലെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കാം, അത് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഒക്ടോബറിൽ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് പോയി ആദ്യം എഴുതിയ സെപ്റ്റംബറിലെ എക്സാമിൽ തന്നെ എനിക്ക് ആ പേപ്പർ ക്ലിയർ ആവുകയും ചെയ്തായിരുന്നു. അതാണ് എനിക്ക് ആദ്യം മാതാവിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് ഉടമ്പടിയുടെ ഫലമായിട്ടുള്ളത്. രണ്ടാമത്തെ ഫലം എന്ന് പറഞ്ഞാൽ, എക്സാം എല്ലാം ക്ലിയർ ചെയ്ത് എൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കോളേജ് സെലക്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വേക്കൻസി മാത്രമാണ് ലേഡീസിന് ആ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. 9 പേരും തമ്മിൽ ഭയങ്കരമായ കോമ്പറ്റീഷനായി ആ സമയത്ത്. പിന്നെ പരസ്പരം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. അവസാനം HR-ൽ നിന്ന് എനിക്ക് കോൾ വരികയും ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തായിരുന്നു. മൂന്നാമത്തേതെന്ന് പറയുന്നത്, എൻ്റെ ചേട്ടൻ്റെ ഭാര്യ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചി പ്രഗ്നൻ്റ് ആയ സമയത്ത് 8ാം മാസം തൊട്ട് 9ാം മാസം വരെ ജോലി ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് താഴെ കൂർന്നു വരുന്ന പോലെ തോന്നുകയും ചേച്ചിക്ക് ഭയങ്കര ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ആ സമയത്ത് മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. യാതൊരു കുഴപ്പമില്ലാണ്ട് നാട്ടിൽ വന്ന് പ്രസവം കഴിയുകയും ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ചേച്ചി പ്രസവിക്കുകയും ചെയ്തു. നാലാമത്തെന്ന് പറയുന്നത്, ചേട്ടനും ചേച്ചിയും കുഞ്ഞും 3 പേരും 3 സ്ഥലത്തായിരുന്നു. കുഞ്ഞ് നാട്ടിലും ചേട്ടൻ ഡൽഹിയിലും ചേച്ചി സൗദിയിലും ആയിരുന്നു. ആ സമയത്ത് അവർക്ക് അവരുടെ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ചേച്ചി കുറേ പ്രാവശ്യം എക്സാം എഴുതി. ആ സമയത്ത് OET എക്സാം ക്ലിയർ ആയില്ലായിരുന്നു. 4ാമത്തെ പ്രാവശ്യം ചേച്ചി OET എക്സാം എഴുതുകയും ക്ലിയർ ആവുകയും അവർ 3 പേര് അയർലൻഡിൽ ഇപ്പോൾ സെറ്റിലാവുകയും ചെയ്തു. 5ാമത്തത്, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ഥലം പപ്പയുടെ പേരൻസിന് വേണ്ടിയിട്ട് രോഗാവസ്ഥ വന്ന സമയത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ ആ സ്ഥലം വിറ്റായിരുന്നു. ആ സ്ഥലം മേടിച്ച ആൾക്കാർ കൈമാറി വിറ്റുപോയി. അത് ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ടായി. വഴി കൂടെ പോകുന്ന ആൾക്കാരെല്ലാവരും തന്നെ അവിടേക്ക് വേസ്റ്റ് ഇടുകയും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ആ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും യാതൊരു ബുദ്ധിമുട്ടുകളില്ലാണ്ട് അവിടുത്തെ പണികളെല്ലാം നടക്കുകയും ചെയ്തു. ഇതാണ് മാതാവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഉടമ്പടിയുടെ ഭാഗമായി കിട്ടിയിരിക്കുന്നത്. താങ്ക്സ്. എൻ്റെ പേര് മേരി ജോസി, ഓച്ചന്തുരുത്ത് വൈപ്പിൻ. ഞാൻ 28/12/22 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 6 കാര്യങ്ങൾ നിയോഗങ്ങൾക്കായി വച്ചിരുന്നു. ഒന്നാമതായി, എൻ്റെ മോൻ വീട്ടിൽ വളരെ അലോക്യമായി പെരുമാറുമായിരുന്നു. എന്നോട് വളരെ ദേഷ്യത്തിലായിരുന്നു. രണ്ടാമതായിട്ട്, എനിക്ക് ക്യാൻസർ രോഗമായിരുന്നു. മൂന്നാമത്, ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. 4ാമതായിട്ട്, എൻ്റെ ഹസ്ബൻഡ് വേണ്ടുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ ഇത്തിരി ഭയമുള്ള കൂട്ടത്തിലായിരുന്നു. 5ാമത്, എൻ്റെ ചേച്ചിയുടെ ചുവട്ടിലൊരു മുഴയുണ്ടായിരുന്നു. പിന്നെ സഹോദരങ്ങൾ തമ്മിൽ ഐക്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇതിലാദ്യം 2ാമത് വെച്ച നിയോഗമാണ് എനിക്ക് സാധിച്ചത്. എൻ്റെ ഇടത് ബ്രസ്റ്റിൽ
ഒരു മുഴ കാണപ്പെട്ടു. ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ എനിക്ക് വളരെ ഭയമായിരുന്നു. ഞാൻ ഇവിടുത്തെ കൃപാസനം പേപ്പർ ബ്രസ്റ്റിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോകാൻ തോന്നി. ഞാൻ ലിസി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് ബയോപ്സി എടുത്തു. ബയോപ്സിയിൽ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ 5th സ്റ്റേജായിരുന്നു ക്യാൻസറിൻ്റെ. പിന്നീട് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനോ ഒന്നും തോന്നിയിരുന്നില്ല. മാമോഗ്രാം, എക്സ്റേ, സ്കാനിങ് ഇതെല്ലാം എടുത്തു. അപ്പോൾ ഇതിലൊന്നും മാതാവിൻ്റെ കൃപ കൊണ്ട് ഒന്നും തെളിഞ്ഞു കണ്ടിരുന്നില്ല. ഈ കടമുഴയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഡോക്ടർ പറഞ്ഞു ബയോപ്സിയിൽ കണ്ടതുപോലെ തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു. പിന്നീട് ഞാൻ പോയത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. അവിടുത്തെ രാജേഷ് ഡോക്ടറിനെ അഡ്മിറ്റാക്കി. ഞാൻ അഡ്മിറ്റാകാതെ ക്രിസ്മസ് കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോന്നു. പിന്നീട് ഞാൻ ചികിത്സയൊന്നും എടുക്കാതെ തന്നെ 1/12/22 ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഇടത് കൈപ്പത്തി വിടരില്ലായിരുന്നു. ഞാൻ ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ കൊന്തയിൽ പ്രാർത്ഥിച്ചപ്പോൾ ശക്തയും ധീരയുമായിരിക്കുക എന്ന വചനം എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ട് എൻ്റെ ഈ ഇടത് കൈപ്പത്തി വിടരുകയും ഞാൻ മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ ക്യാൻസറിൻ്റേതായ ഡോക്ടറിൻ്റെ അടുത്ത് പിന്നെ ചെന്നപ്പോൾ ഇത്രയും ദിവസമായതുകൊണ്ട് പെറ്റ് CT ചെയ്യണമെന്ന് എറണാകുളം ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു. ഞാൻ പെറ്റ് CTക്കായിട്ട് പോയപ്പോൾ പല സ്ഥലങ്ങളിലും മെഷീൻ കേടായി വന്നു. ലാസ്റ്റ് ഇമാജിൻ ലില്ലി എന്ന സ്കാനിങ് സെൻറ്ററിൽ ചെന്നു. അവിടെ ചെന്ന് പെറ്റ് CT ചെയ്തപ്പോൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നേരിയൊരു പാടായിരുന്നു. അങ്ങനെ ഞാൻ ലിസി ഹോസ്പിറ്റലിൽ തന്നെ വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവിടെ ഒരു മഴ പോലും ഇല്ലല്ലോ, ഇത് വല്ല വീണ് ചതഞ്ഞ പാടായിരുന്നു എന്ന് പറഞ്ഞു. മാതാവിൻ്റെ അനുഗ്രഹം വന്നുകൊണ്ട് മാത്രമാണ് ഇതെനിക്ക് ലഭിച്ച കൃപയായിട്ട് ഞാൻ കരുതുന്നു. പരിശുദ്ധ അമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മോളി. ഞാൻ കലൂർ സെൻറ്റ് ഫ്രാൻസിസ് സെവേഴ്സ് ഇടവക അംഗമാണ്. ഞാൻ 26/11/2021 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ സമർപ്പിച്ചതും അതിലധികവും എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും സാധിച്ചു തന്നതിന് സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒന്നാമതായി, എനിക്ക് എൻ്റെ 2 കൈകളും പൊക്കാനാവുമായിരുന്നില്ല. ബ്രഷ് ചെയ്യാൻ പോലും കഴിയാതെ പല ദിവസങ്ങളിലും കരഞ്ഞിട്ടുണ്ട് ഞാൻ. എന്ത് ചെയ്യണമെന്നത് പരിശുദ്ധ അമ്മയെ, ഇപ്പം എൻ്റെ ഒരു അയൽവാസിയാണ് എനിക്കിതിൻ്റെ പത്രത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു തന്നിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഞാൻ ഇവിടെ വന്ന് സ്ഥലമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു കണക്കിന് വഴിയെല്ലാം ചോദിച്ച് അന്വേഷിച്ചൊക്കെയാണ് ഞാനിവിടെ വന്നത്. വന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച, അമ്മയെ എനിക്കൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ വീട്ടിലത്തെ കാര്യം പോലും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് വിഷമിച്ച് അമ്മയുടെ തൈലം പുരട്ടുകയും അതിലൂടെ എനിക്ക് എൻ്റെ കൈയുടെ പ്രശ്നങ്ങളും പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മൂത്ത മകളുടെ വിവാഹത്തെക്കുറിച്ചുള്ളതാണ്. അവളുടെ വിവാഹത്തെക്കുറിച്ച് ഒത്തിരി ടെൻഷനും അസ്വസ്ഥതകളുമായിരുന്നു എനിക്ക്. 25 വയസ്സായി, ഇനി എന്ത് ചെയ്യും, എൻ്റെ മോളെ എന്ത് ചെയ്യും, വിവാഹം കഴിപ്പിക്കണമല്ലോ. അങ്ങനെ ഒത്തിരി വേദനിച്ച അമ്മയോട് ഞാൻ കണ്ണുനീരോടെ ഈ തരിസന്നിധാനത്തിൽ വന്നിരുന്ന് കരഞ്ഞമ്മേ, എൻ്റെ മകളുടെ വിവാഹം ഒന്ന് നടത്തി തരണമേ, എൻ്റെ കയ്യിൽ ഒരു മാർഗവുമില്ല എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം, ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് അതിൻ്റെ ഫലമായി തന്നെ എൻ്റെ മകളുടെ വിവാഹം അത്ഭുതകരമായി നടക്കുകയും അതിൽ ഒത്തിരി സന്തോഷവതിയാണ് ഞാൻ ഇന്ന് എൻ്റെ കുടുംബവും. പിന്നെ അതിനുശേഷം എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരുന്നില്ല, പ്രാർത്ഥന മുടങ്ങുമായിരുന്നു, ഒരു സമാധാനം, എപ്പോഴും പ്രശ്നങ്ങൾ, പല പല പ്രശ്നങ്ങൾ, ഒന്ന് കഴിയുമ്പോൾ അടുത്തതായ ഓരോരോ പ്രശ്നങ്ങൾ, എന്നും അസ്വസ്ഥതയും തലവേദനയുമായിരുന്നു എനിക്ക്. അമ്മയുടെ സന്നിധാനത്തിൽ ഞാൻ എന്ന് വന്നു അന്നു മുതൽ എനിക്ക് സമാധാനമാണ്, എൻ്റെ കുടുംബത്തിൽ സന്തോഷമാണ്. അതിനുശേഷം പിന്നെ എൻ്റെ മകളുടെ 4ാമത്തെ കാര്യം എൻ്റെ ഇളയ മകളുടെ അഡ്മിഷൻ്റെ കാര്യമായിരുന്നു. അവൾ
ഒരുപാട് കോളേജുകളിൽ വെച്ചിരുന്നു അഡ്മിഷന് വേണ്ടി. പക്ഷെ ഒരു സ്ഥലത്ത് ശരിയാവാതിരിക്കുകയും അവസാനം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും അമ്മയുടെ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ്, അത് സാധിക്കുകയും ചെയ്തു. പിന്നെ ഇപ്പം അതിനുശേഷം എല്ലാ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിൽ ഞാനിപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2 വർഷത്തോളമായി ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോരോ ഉടമ്പടി വെച്ചതും അതിലധികവുമായിട്ട് എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ സാധിച്ചു തരുന്നു. എനിക്ക് ജോലി എടുക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നു. ഓരോരുത്തർക്കും മറ്റുള്ള ഉടമ്പടി പത്ര വിശ്വാസപൂർവ്വം ഓരോ ആളുകളിലേക്കും പള്ളികളിലായാലും അവരുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുക്കും. അവിടെ ഇവിടെ മാറ്റിവെക്കാതെ കൈകളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്ന് ഇവിടുത്തെ ഓരോ എൻ്റെ സാക്ഷ്യങ്ങളും മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങളും എല്ലാം അവരോട് പറഞ്ഞ് കൊടുക്കാൻ എനിക്ക് മാതാവ് എന്നെ ഇടവരുത്തിയതിനും ഒത്തിരി നന്ദിയോടെ ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എന്നെപ്പോലെ ഒരു പ്രതീക്ഷയുമില്ലാതെ ഈ കൃപാസനത്തിൻ്റെ വാതിൽപ്പടിയിൽ വന്ന് മുട്ടുന്ന ഓരോ മക്കളെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി.